ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേസി ടോക്സ് ബൈ സോന. അപ്പം നമുക്ക് വയറിലിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ? ബാ. ആദ്യം തന്നെ നമുക്ക് സ്ക്രബിനുള്ള പരിപാടി നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പയറുപൊടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ റാഗി പൗഡറും കൂടെ കുറച്ചിട്ട് കൊടുക്കാം ആവശ്യത്തിന്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്കായിട്ടുള്ള അല്ലാത്ത രീതിയിൽ ഒരു സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനം മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫേസിൽ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴുത്തിലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കഴുത്തിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മൂക്കിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും. അപ്പം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിന്നിൻ്റെ അവിടേക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നത് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റാഗി പൗഡറാണ്. അത് നമുക്ക് ആവശ്യത്തിന് റാഗി പൗഡർ എടുക്കാം. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ അലർജി ഉള്ളവരെ അത് സ്കിപ്പ് ചെയ്യുക. അതിന് ഇത് ഒട്ടുമിക്ക ആൾക്കാരുടെയും കയ്യിൽ പൊടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പൊടിയുള്ളവർ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ഞാനിത് മഞ്ഞൾ പറിച്ച് അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾ ഒരുപാടൊന്നും എടുക്കണ്ട, ഒരു ഇത്തിരി മതി കേട്ടോ. ആൻഡ് അടുത്തത് ഞാനിതിലേക്ക് പാലാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തൈരോ തക്കാളിയുടെ ജ്യൂസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇത് മൂന്നും കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം. എനിക്ക് മിററില്ലാത്ത കാരണം കൊണ്ട് ക്ലിയർ ആയിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാനിത് വേറെ ഫേസിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് വരിക ചെയ്തേക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്ക് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. നെക്കിൽ ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലും കൂടെ റിമൈനിങ് വന്നതൊന്ന് തൂത്ത് നോക്കിയതാണ് കേട്ടോ. എന്താണ് എന്തെങ്കിലും ഡിഫറൻസ് കയ്യിലുണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു ഡിഫറൻസ് എനിക്ക് കഴുകി കാണിച്ചു തരാൻ പറ്റില്ല. കാരണം പാത്രം കഴുകിയതിൻ്റെ ഇടയിൽ ഞാൻ അത് കഴുകി കളഞ്ഞു. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്യാം. വാഷ് ഔട്ട് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ കാണുക. ഇതാണ് എൻ്റെ റിസൾട്ട്. എനിക്കിത് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.